ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോപനിക്കും സ്നേഹം. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോപനിക്കും സ്നേഹം. കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ, പാരിൽ എന്നെ താങ്ങിടുന്ന സ്നേഹമേ. നാഥ നിന്നെ എന്നും വാഴ്ത്തിടാം, കിന്നരവും തമ്പുരും നീട്ടിടാം, ഇമ്പമായി കീർത്തനങ്ങളെ എന്നും എന്നും ആനന്ദത്താൽ പാടാം. നിന്റെ നാമം പാവനം, ദിവ്യനാമം പാവനം. കിന്നരവും തമ്പുരും നീട്ടിടാം, ഇമ്പമായി കീർത്തനങ്ങളെ എന്നും എന്നും ആനന്ദത്താൽ പാടാം. നിന്റെ നാമം പാവനം, ദിവ്യനാമം പാവനം. നമുക്ക് രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. അതിനുശേഷം ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ, എതിരെയുള്ള ദൈവിക ശാസന പ്രാർത്ഥന. ആദ്യം രോഗസൗഖ്യ പ്രാർത്ഥനയാണ്. എൻ്റെ മക്കൾ രോഗങ്ങളുള്ള അച്ഛൻ പറയുമ്പോൾ ആ രോഗങ്ങളുള്ള സ്ഥലങ്ങളിലെല്ലാം നിങ്ങളുടെ കൈ വെക്കണം. 2 കൈയില്ലേ? ഇപ്പോൾ 2 രോഗത്തിന് തീർച്ചയായിട്ടും വെക്കാൻ പറ്റുമോ? എന്തിനാ അങ്ങനെ പറയണമെന്നറിയാവോ? അങ്ങനെ പറയാൻ ഈശോ പണ്ട് പറഞ്ഞപ്പോൾ ആ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഒത്തിരി പേര് രോഗങ്ങൾ സുഖപ്പെട്ടതായിട്ട് പിന്നീട് കൗൺസിലിങ്ങിന് വന്നപ്പോൾ അവർ പറഞ്ഞു. അതുകൊണ്ടാണ് അതൊരു മാർഗം ആരാധന വെളിപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴങ്ങനെ പറയണത്. ഇപ്പോൾ ഉദാഹരണത്തിന് കുടലിൽ മുഴയുള്ളവരുണ്ടാവും, പിസ്തുല ഉള്ളവരുണ്ടാവും, ഇല്ലേ? പിസ്തുല ഉള്ളവർ, അരസസ് രോഗികളുണ്ടാവും, അവർ തന്നെ PCOD അസുഖങ്ങളുണ്ട്. അവർ ഈ സമയത്ത് അടിവയറ്റിലാണ് കൈവെക്കേണ്ടത്. ചിലർക്ക് നെഞ്ചുവേദനയും കരളിന് അസുഖമുള്ളവരുണ്ടാവും, ശ്വാസകോശത്തിൻ്റെ പ്രഷർ ഡൗൺ ആകുന്നതുണ്ടാവും, ഹൃദയത്തിൻ്റെ അല്ല, ചിലർക്കിങ്ങനെ പതിരയുടെ പ്രഷർ കറക്റ്റാകാത്തതുണ്ടാവും. ചിലപ്പോൾ എന്താണെന്ന് നമുക്ക് അറിയത്തുകൂടി ഇല്ലാത്തവരുണ്ടാവും. രോഗം എന്താണ്? ഭയങ്കര തളർച്ചയാണ്, പക്ഷേ ഡോക്ടർ പറയുന്ന രോഗങ്ങളൊന്നുമില്ല എന്ന് പറയണില്ല. അങ്ങനെയുള്ളവർ നെഞ്ചും പൂട്ടിന് കൈവെക്കണം. തളർച്ചയാണ്, പഴയതുപോലെ പ്രൊഡക്റ്റീവ് അല്ല, എൻതൂസിയാസ്റ്റിക് അല്ല, പക്ഷേ എന്നാ ആണെന്ന് അറിയാൻ പാടില്ല. പ്രഷർ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല, ഷുഗർ ഇല്ല, പക്ഷേ എന്നോ ഒരു തളർച്ച. അപ്പം അങ്ങനെ വരുമ്പോൾ അറിയാൻ പാടില്ല, സംതിങ് ഇസ് ഹാപ്പൻ റോങ്, സംതിങ് ഇസ് ഗോയിങ് റോങ്, എന്താ കുഴപ്പം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ളവർ നെഞ്ചിന് കൈവെക്കണം. കർത്താവ് ആ കുഴപ്പം എടുത്ത് മാറ്റിക്കൊള്ളൂ. തലക്ക് അസുഖമുള്ളവരെ വേദന, അതുപോലെ മെനിഞ്ചൈറ്റിസ്, അതുപോലെയുള്ള രോഗങ്ങളൊക്കെ വന്നിട്ടുള്ളവർ, അതിൻ്റെ സൈഡ് എഫക്ട്സ് നിൽക്കുന്നവരൊക്കെ തലയിലാണ് കൈവെക്കേണ്ടത്. കടുത്ത തലവേദന വരുന്നുണ്ട്, പമ്പിങ് സിസ്റ്റത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ട്, വേണ്ടത്ര ബ്ലഡ് വേണ്ടത്ര അളവിൽ ഓക്സിജൻ തലക്ക് കയറുന്നില്ല എന്നൊക്കെ പമ്പിങ്ങിന് കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ ചില സമയത്ത് വിട്ടുമാറാത്ത തലവേദനയൊക്കെ. അപ്പോൾ തല സ്കാൻ ചെയ്തുകൊണ്ട് മാത്രം അറിയത്തില്ല. അപ്പോൾ പല കാര്യങ്ങളും നമുക്കറിയില്ല. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ അമ്മയോട് പറയണം, അമ്മേ അച്ഛൻ പറഞ്ഞ പോലെ എൻ്റെ അവസ്ഥ വളരെ മോശമാണ്, എൻ്റെ രോഗങ്ങൾ പലതും എനിക്കറിയില്ല, എന്നെ സഹായിക്കണമേ. ചിലപ്പോൾ മിഷൻ വെച്ചാലും അറിയാൻ പറ്റാതെ വരും. അപ്പം അതുകൊണ്ട് മാരകമായ രോഗങ്ങൾ, തീരാത്ത വേദികളുള്ളവരൊക്കെ ശിരസ്സിൽ കൈവെക്കുക. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി അമ്മയുടെ മധ്യസ്ഥ ഈശ്വരനോട് പ്രാർത്ഥിക്കുക. നിങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. ഇനി നടുവേദന ഉള്ളവരുണ്ട്, കശേരിക്ക് ദ്രവിക്കുന്നവരുണ്ട്, നടുവലിൻ്റെ മൂട്ടിനുണ്ടാകുന്ന കടുത്ത ബലക്ഷയങ്ങൾ, മാംസപേശി ഞരമ്പുകളിലേക്ക് തിങ്ങിയിട്ട് അസ്ഥി മുഴ വെച്ച് ഞരമ്പ് ഞെങ്ങി മരവിപ്പ് അനുഭവിക്കുന്നവരുണ്ട്. അവരെല്ലാം നടുവിന് താഴെ കൈവെക്കണം. കൈകാലിന് തളർച്ചയുള്ളവരെല്ലാം നടുവിനാണ് കൈവെക്കേണ്ടത്. എളിക്കാണ് ആ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിലും അച്ഛൻ മക്കളോട് പറഞ്ഞിരിക്കുന്നത് നടുവിന് കൈവെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം വലത് കാലിൻ്റെ പാദത്തിന് ഊത്തലുള്ളവരുണ്ട്, നടുവിന് കൈവെക്കാൻ തന്നെയാണ് അവരോടും പറയണത്. അങ്ങനെയുള്ളവരെല്ലാം കർത്താവ് ഈ സമയത്ത്, പരിശുദ്ധ അമ്മ നമ്മുടെ അൾത്താര വളരെ ധനികമായ അൾത്താരയാണ്. മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടം, അവിടെ വെച്ചാണ് അമ്മ ഇപ്പോഴും നമ്മളുടെ വിഷമതകൾക്ക്
പരിഹാരം കിട്ടിയതിൻ്റെ സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടത്. അതേ അമ്മ ഇപ്പം നിനക്ക് വേണ്ടി ദിവ്യകാരുണ്യത്തോട് മാധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വിശുദ്ധമായ ഒരു സ്ഥലത്താണ് നീ നിൽക്കുന്നത്. അച്ഛൻ ഇപ്പോൾ രോഗികൾക്ക് ഇപ്പോൾ പത്തവാരിക്ക് കൈവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. പത്തവാരി എന്ന് പറഞ്ഞത് എന്താ? ഞാൻ പറഞ്ഞ ലാംഗ്വേജൊക്കെ ആലപ്പുഴക്കാരുടെ ലാംഗ്വേജാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ പിടികിട്ടുമെന്ന് തോന്നില്ല. എങ്കിലും ഈ പാർശ്വങ്ങളിൽ കൈവെക്കുക. പാർശ്വങ്ങൾ കൈവയ്ക്കുക. അവിടെയെല്ലാം വേദനയുള്ളവരും അകത്ത് കുടുകുടുപ്പ് വിഷമമൊക്കെ അനുഭവിക്കുന്നവരെല്ലാം പാർശ്വങ്ങളിൽ കൈവെക്കുക. ഇനി എൻ്റെ മക്കള് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ മക്കള് കൈവച്ചിരിക്കുന്ന ഓരോ ഇടവും അമ്മേ ഈശോയ്ക്ക് കൊടുക്കണമേ. ഞങ്ങൾ ഇനി ഇതിനു വേണ്ടി മരുന്ന് വാങ്ങിക്കാൻ ഇടയാക്കരുത്. അമ്മേ, ഞങ്ങൾ കർത്താരെ വന്ന് സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെയും മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ജീസസ് ക്രൈസ്റ്റ്. കർത്താവേ, അങ്ങയുടെ മക്കള് കൈവച്ച് എല്ലാ ഇടങ്ങളിൽ നിന്നുള്ള മുഴുവൻ രോഗങ്ങളെ ഈശോ അങ്ങ് പൂർണ്ണമായി എടുത്തു മാറ്റുകയും സാക്ഷ്യം പറഞ്ഞതിനെ മഹത്വപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യണമേ. യേശുവിന്റെ നാമത്തില് മാരക രോഗങ്ങള്, തീരാവ്യാധികള് മാറിപ്പോട്ടെ. സൗഖ്യപ്പെടുന്നവരോട് നന്ദി പറയുന്നു. തീരാവ്യാധികള് സൗഖ്യപ്പെടുന്നവരോട് നന്ദി പറയുന്നു. മനമേ തുതികളിലുന്നതമേ അതിൽ നാൾ തോറും ചെയ്ത് നന്മകളെയോർത്ത് പാടുക നീയെന്ന് മനമേ, പാടുക നീയെന്ന് മനമേ. സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ നാൾ തോറും ചെയ്ത നന്മകളെ ഓർത്ത് പാടുക നീ എന്ന് മനമേ, പാടുക നീ എന്ന് മനമേ. പ്രൈസ് ദി ലോർഡ്. ഫാളൻ ഫെയ്ത്ത്ഫുൾസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഒരിക്കലും വിശ്വാസിയായിരുന്നു, പിന്നെ ധനത്തിൻ്റെ ആകർഷണം, അധികാരത്തിൻ്റെ മോഹം കാരണം ആത്മാവിനെ പണയപ്പെടുത്തി നക്കാപ്പിച്ച കാശിന് വേണ്ടി പട്ടിയെപ്പോലെ കള്ളസമ്പന്നർക്ക് മുന്നിൽ വാലാട്ടി നിൽക്കുന്ന കുറേയധികം പട്ടിക്രിസ്ത്യാനികളുണ്ട്. ഫാളൻ ഫെയ്ത്ത്ഫുൾസ്. അവർ ചെയ്തിരിക്കുന്ന തിന്മ എന്താണ് അവർക്ക് അറിയത്തില്ല എന്ന് കർത്താവ് ശാസനത്തോടെ സംസാരിക്കുന്നു. അങ്ങനെയുള്ള വീണുപോയ വിശ്വാസികൾക്ക് വേണ്ടി അവർ വിശ്വാസത്തിലേക്ക് തിരിച്ച് അനുതാപപ്പെടാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വിശ്വാസം നഷ്ടപ്പെട്ടു പോയവര്, സ്ഥാനത്തിന്റെ പേരില്, പണത്തിന്റെ പേരില്, കർത്താവേ ദൈവത്തോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോയ മക്കള്, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കള്, ദൂരങ്ങളിൽ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന മക്കള്, കർത്താവേ വിശ്വാസത്താലെന്നും മുന്നേറും ഞാൻ. ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട്. ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട്. മക്കളില്ലാത്തവരെ, കുഞ്ഞുങ്ങളില്ലാത്തവരെ, അവരിതുപോലെ അടിവയറ്റിലാണ്, സൈഡിൽ, അതായത് ഊടിൻ്റെ 2 സ്ഥലങ്ങളിലേക്കാണ് കൈവെക്കേണ്ടത്. മക്കളില്ലാത്തവർ മാത്രം. ബ്ലഡ് പ്രഷറുള്ളവർ, ഹൃദയത്തിന് അവിടെ കൂടുതലുള്ളവർ, സാധാരണ പ്രായത്തിനൊത്ത സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന പ്രഷറല്ല, അമിതമായ ബ്ലഡ് പ്രഷറുള്ളവർ നെഞ്ചിന് കൈവെക്കണം. പിന്നെ ഇവിടെ കേട്ട സാക്ഷ്യങ്ങളുടെ ഒരു രീതി, നിങ്ങളുടെ കൂടെ ആ രോഗി ഇല്ലെന്ന് വിചാരിച്ചോ. ചിലപ്പോൾ അപ്പനാകാം, മോളാകാം, മകനാകാം, അമ്മയാകാം, അവർ നിങ്ങളുടെ കൂടെ ഇല്ലെന്ന് വിചാരിച്ചോ. ഇല്ലെന്ന് വിചാരിച്ചിട്ട് ആർക്ക് വേണ്ടിയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, യേശു നാമത്തിൽ
അവർ ഏത് ശരീരത്തിൽ എവിടെയാണ് വേദന അനുഭവിക്കുന്നത് അവിടെ നിങ്ങളുടെ ശരീരത്തിൽ യേശുനാമത്തിൽ തൊട്ടാൽ മതി. കാര്യം വിശ്വാസമാണ് വിഷയം. വിശ്വാസം എക്സ്പ്രസ് ചെയ്യാനുള്ള എക്സ്പ്രഷൻസ് മോഡ് മാത്രമാണ് നമ്മളുടെ സ്പർശനങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അവരിപ്പോൾ തള്ളവിരലിന് ഇന്നാൾ ഞാൻ ഇത് പറയാൻ കാരണം തള്ളവിരൽ അഴിഞ്ഞ് ചീഞ്ഞു പോകുന്ന ഒരു മകളുണ്ട്. അവൾക്ക് ഇവിടെ വരാൻ പറ്റണില്ല. അച്ഛൻ അന്ന് ഈശോനോട് പറഞ്ഞത് ഈ അമ്മയുടെ തള്ളവിരലെ തൊട്ട് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ അമ്മ സാക്ഷ്യം പറഞ്ഞു. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ റീസൺ അല്ല ഇവിടെ വർക്ക് ചെയ്യണത്, നമ്മുടെ ഹൃദയമാണ് വർക്ക് ചെയ്യണത്. റീസണായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്ത് മണ്ടത്തരവാ. ആ മകൾ കാര്യം അഴുകി വീട്ടിൽ കിടക്കുമ്പോൾ അമ്മയുടെ കാര്യം പിടിച്ച് പ്രാർത്ഥിക്കുന്നത് വട്ടായിരിക്കുന്നത്. റീസൺ അല്ല വിശ്വാസത്തിൽ വർക്ക് ചെയ്യണത്. വിശ്വാസത്തിൽ വർക്ക് ചെയ്യണത് എന്താണ്? ഹൃദയമാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ തലയല്ല ദൈവം കാണുന്നത്, നമ്മുടെ ഹൃദയമാണ്. അതുകൊണ്ട് എൻ്റെ മക്കൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വേദനപ്പെട്ട് കിടക്കുന്ന ആൾക്കാർക്ക് എവിടെയാണോ വേദന അത് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ സ്പർശിച്ച് ഈശോ നാമത്തിൽ ഇന്ന ആളുടെ രോഗത്തിന് വേണ്ടി ഞാൻ ഇന്ന ശരീരത്തെ തൊട്ട് പ്രാർത്ഥിക്കണമെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നല്ലവനായ ഈശോയുടെ ഉന്നതമായ നാമത്തിൽ കർത്താവിൻ്റെ വലിയ ശക്തിയിലേക്ക് കർത്താവ് വിസർപ്പ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, തൈറോയിഡുകാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന, വേരിക്കോസിന് അസുഖമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ ശക്തി അവരിലേക്ക് ആവശ്യിക്കട്ടെ. മാനസിക രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ മാനസിക രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാനസിക രോഗികളെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവസ്മാര രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വാദ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരുണ ചൊരിയട്ടെ. മാരക രോഗങ്ങള് യേശുവിന്റെ നാമത്തില് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ചുരുക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, രോഗദുരിതങ്ങള്, മാനസിക വിഷമതകള് കർത്താവേ സൗഖ്യപ്പെടുത്തണമേ, വിടുതൽ ലഭിക്കണമേ. ഹല്ലേലൂയ. ഞാൻ നിന്നെ സൗഖ്യമാക്കും കർത്താവാണെന്ന് നീ അറിയുക, നീ അറിയുക, നീ അറിയുക മകനേ. ഞാൻ നിന്നെ സൗഖ്യമാക്കും കർത്താവാണെന്ന് നീ അറിയുക, നീ അറിയുക, നീ അറിയുക മകളെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് മക്കളെ ജീവിത വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ, അതിന് നിവാരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അച്ഛൻ ഉദ്ദേശിക്കുന്നത് ബിസിനസ് തകർച്ച, വരുമാന മാർഗം നിലച്ചു പോയത്, ഇപ്പോഴുള്ള വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായത്, വലിയ സാമ്പത്തിക ആവശ്യം വന്നിരിക്കുന്നതാണ്. അഡ്മിഷനായാലും വിസയ്ക്കായാലും വലിയ സാമ്പത്തിക ആവശ്യം വന്നിരിക്കുന്നത്. വീടില്ലാത്തവർ, വീട്ടിലേക്ക് വഴിയില്ലാത്തവർ, വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർ, വേറെ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ, ജോബ് ആൻഡ് ജേണി, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് യാത്ര ആകാനിരിക്കുന്നവർ, ഇൻ്റർവ്യൂ, ടെസ്റ്റ്, നൈപുണ്യ പരീക്ഷ, യോഗ്യതാ പരീക്ഷ, റീ എക്സാമിനേഷന് വെരിഫിക്കേഷന് കൊടുത്തിട്ടുള്ളവർ, IELTS പോലെയുള്ള പരീക്ഷയ്ക്ക് ഡേറ്റ് എടുത്തിട്ടുള്ളവരുടെ ഡേറ്റുകൾ എല്ലാം ഈ സമയത്ത് നിങ്ങൾ ഓർക്കേണ്ടതാണ്. ആ മേഖലയിലെല്ലാം പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്ന സമയമാണ്. വീടില്ലാത്തവരെ, വീട് വെക്കാൻ ഭൂമി പോലും ഇല്ലാത്തവരെ, കുറേ കുടിശ്ശിക പൈസ കിട്ടാനുള്ളവരെ, സർക്കാരിൽ നിന്നായാലും മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളായാലും പൈസ കുടുങ്ങിപ്പോയവരെ, കൊടുത്ത കാശ് കിട്ടാത്തവരെ, ചെറിയ കടങ്ങൾ ഇതിൽ തുടങ്ങിയിട്ട് പലിശയ്ക്ക് കടം വാങ്ങി അടച്ചു, അതിൻ്റെ പലിശ കൂടി വല്ലാത്ത കടത്തിൽ മുങ്ങിപ്പോകുന്നവരെ, അവരെല്ലാം ഈ സമയത്ത് ഓർക്കുകയാണ്. എല്ലാം നിങ്ങൾ സന്തോഷത്തോടെ അച്ഛനത് ഓർത്തിട്ടുണ്ടെങ്കിൽ മാതാവ് അതിന് സമാധാനം ഉണ്ടാക്കുമെന്നുള്ള ബോധ്യം ഉണ്ടാവണം. കർത്താവേ, അങ്ങയുടെ മക്കൾ ഇപ്പോഴനേകം വേദനകളിൽ പെട്ട്
കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, വിവാഹം ഒത്തുവരാത്തവരെ, മക്കളില്ലാത്തവരെ, വീടില്ലാത്തവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ജോലിയില്ലാത്തവരെ, വിസയ്ക്ക് പണം കൊടുത്തിട്ട് ഇന്നുവരെ ഒന്നും ശരിയാകാതെ കുഴങ്ങുന്നവരെ അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യമങ്ങൾ, വരുമാന മാർഗങ്ങൾ പച്ചപ്പിടിച്ച് വരാത്തവർ, എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, അതുകൊണ്ട് സ്വഭാവം തന്നെ മാറി ക്ഷിപ്രകോപികളും ക്ഷുഭിതരുമായിരിക്കുന്നവർ, പ്രാർത്ഥന കുറഞ്ഞു പോയവർ, മദ്യപിക്കുന്നവർ, പല തിന്മകൾ അകപ്പെട്ടു പോയവർ, വഴിപിഴച്ചു പോയ ബന്ധങ്ങൾ, വഴിപിഴച്ച കുട്ടികൾ, കർത്താവെ പരീക്ഷ തകർന്നു പോയെന്ന് വിചാരിച്ചുകൊണ്ട് നിരാശപ്പെടുന്ന മക്കൾ, വഴിയില്ലാത്തവർ, വീടില്ലാത്തവർ, പരീക്ഷയ്ക്ക് അണയാൻ പോകുന്നവർ, പരീക്ഷയ്ക്ക് പരാജയപ്പെടുന്ന ഉറപ്പുള്ളവർ, കർത്താവെ എല്ലാ തരത്തിലും വേദന ഉള്ളവർ, ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നവർ, കടങ്ങൾ കയറി മുടിഞ്ഞവർ, നേരത്തിന് വസ്തു വെച്ചിരിക്കുന്നവരെ ഈശോ സ്പർശിക്കണമേ. യേശു ക്രിസ്തുവിന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തില് സഭയുടെ അധികാരത്തില് പുരുഷന്റെ അടയാളത്തില് ജീവിത ദുരിതങ്ങളെ, തടസ്സങ്ങളെ യേശു നാമത്തില് എല്ലാവിധമായ വിഷമതകളില് ഇടപെടുന്നതിനോട് നന്ദി പറയുന്നു. ഇപ്പോൾ സുന്ദരൻ പങ്കുചേരുന്ന ഓരോ മകനെയും അത്ഭുതമായ വിടുതൽ തലമുറയ്ക്കെന്നും അവകാശം. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധത്തിൽ നിന്നും വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധത്തിൽ നിന്നും വിടുതൽ. ബന്ധന വഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധന വഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്തും അവകാശം. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്തും അവകാശം. നേർച്ച വസ്തുക്കൾ എടുക്കുക. എല്ലാവരും നേർച്ച വസ്തുക്കൾ എടുക്കുക. പത്രം ഉൾപ്പെടെയുള്ള നേർച്ച വസ്തുക്കൾ എടുക്കുക. പത്രം ഉൾപ്പെടെയുള്ള നേർച്ച വസ്തുക്കൾ എടുക്കുക മക്കളെ. നേർച്ച വസ്തുക്കളെ ആശീർവദിക്കാൻ പോവുകയാണ്. ഉടമ്പടിയിൽ ഇരിക്കുന്നവരെ പ്രാർത്ഥന മുടക്കാൻ പാടില്ല. ഒരു മാസം ഒരു പ്രാർത്ഥനയ്ക്ക് മാത്രമേ വന്ന് പങ്കെടുക്കാൻ പറയുന്നുള്ളൂ. പക്ഷേ അത് ഏതെങ്കിലും പ്രാർത്ഥനയ്ക്ക് മക്കൾ ഉടമ്പടി ധ്യാനത്തിന് വന്ന് പങ്കെടുക്കേണ്ടതാണ്. അന്ന് പത്രം വാങ്ങിച്ച് ആ മാസം വിതരണം ചെയ്യുകയും ചെയ്യണം. പ്രാർത്ഥിച്ച് കൊടുക്കണം. വീട് വീടാന്തരമാണ് കൊടുക്കേണ്ടത്. ഒരു വീട്ടിൽ പത്രം കിട്ടിയെന്ന് പറഞ്ഞാൽ അവിടെ കൊടുക്കരുത്. കിട്ടാത്ത വീട്ടിലേ കൊടുക്കാവൂ, അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷിത പേരൊക്കെ പ്രയോജനമില്ലാണ്ട് വരും. പ്രാർത്ഥിച്ച് വേണം അതൊക്കെ ചെയ്യാൻ. ഇംഗ്ലീഷ് പത്രം, തെലുങ്ക് പത്രം, കന്നഡ പത്രം, ഹിന്ദി പത്രം, ഇംഗ്ലീഷ് പത്രം, എല്ലാ ഭാഷകളിലുമുള്ള പത്രമുണ്ട്. അതാത് ദേശങ്ങളിലേക്ക് പോകുന്നവർ അതാത് ദേശങ്ങളുടെ പത്രമാണ് വാങ്ങിച്ചുകൊണ്ട് പോവേണ്ടത്. ഇംഗ്ലീഷ് പത്രം തന്നെ ബ്ലെസ്സിങ്സ് ഇംഗ്ലീഷ് മാഗസിനുണ്ട്, ഇംഗ്ലീഷ് പത്രമുണ്ട്. കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടത് ഇംഗ്ലീഷ് മാഗസിനാണ്. സ്കൂൾ ബാഗിൽ വെക്കാൻ വേണ്ടി അത് വെഞ്ചരിച്ച് തരുന്നതാണ്. നേർച്ച വസ്തുക്കൾ രണ്ട് തരമുണ്ട്. ഉടമ്പടി ചെയ്യാത്തവർക്ക്, ചെയ്യാൻ ഇതുവരെ പറ്റാത്തവർക്ക് വേണ്ടിയാണ് ജെറീക്കോ നേർച്ച വസ്തുക്കളുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ 3
മണിക്കൂർ ദിവ്യാരാധന നടത്തി ഈ ഹൗസ് മുഴുവൻ വെഞ്ചരിക്കുന്ന സമയത്ത് അങ്ങനെ നടത്തി ഒടുവിൽ കൊണ്ടുവന്ന് നേർച്ച വസ്തുക്കൾ ഇരിക്കുന്ന സ്റ്റോറിൽ കൊണ്ടുവന്ന് ആരാധന നടത്തി ആശീർവദിക്കുന്നതാണ് കൃപാസനം ജെറീക്കോ നേർച്ച വസ്തുക്കൾ. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉടമ്പടി അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് വെച്ച് നേർച്ച വസ്തുക്കൾ വെച്ച് കുർബാന ചൊല്ലി വെഞ്ചരിക്കുന്നതാണ്. ഇത് രണ്ടും കൃപാസനത്തിൻ്റെ സ്റ്റോളിൽ നിന്ന് മാത്രമേ ലഭിക്കത്തുള്ളൂ. പുറത്ത് ആർക്കും കൊടുക്കാൻ അനുവാദമില്ല, പുറത്ത് കിട്ടത്തുമില്ല. ഇപ്പോൾ കൃപാസനത്തിൽ വരുന്നവർ കൃപാസനം നിറച്ച വസ്തുക്കളാണ് വെഞ്ചരിച്ചതാണ് വാങ്ങിച്ചുകൊണ്ട് പോയി പ്രാർത്ഥിച്ച് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഉടമ്പടി ചെയ്യാത്തവർ വാങ്ങിച്ചിരിക്കുന്ന ഉപ്പ് അവന് തിരിയെല്ലാം ഒരു വിശ്വാസ പ്രമാണം 7 സ്വർഗസ്ഥനായതും 7 നന്മ നിറഞ്ഞവരെയുമാണ് കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിച്ച് മുട്ടയിൽ നിന്ന് കൈവിരിച്ച് പ്രാർത്ഥിക്കേണ്ടത്. തിരികെത്തിച്ചിട്ട് ഒരു വിശ്വാസ പ്രമാണം 7 സ്വർഗസ്ഥനായതും 7 നന്മ നിറഞ്ഞവരെയോ. ഉടമ്പടി ചെയ്യാത്തവർ വാങ്ങിക്കുന്ന നേർച്ച വസ്തുക്കളുടെ രീതിയാണ് പറയണത്. ഉപ്പ് ഉപയോഗിച്ച പരുവിനും കുരുവിനും ചിരങ്ങിനും ചൊറിക്കും ത്വക്ക് രോഗങ്ങൾക്ക് ഉപ്പ് ഉപയോഗിക്കാവുന്നതാണ്. എങ്ങനെ ഉപയോഗിക്കാം? വിശ്വാസ പ്രമാണം ചൊരിവേണം ഉപയോഗിക്കാൻ. ഉടമ്പടി തൈലങ്ങളെല്ലാം അത് ഉപയോഗിക്കേണ്ട രീതി നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എങ്കിലും രോഗാതുരമായ സ്ഥലങ്ങളിൽ ഒരു കുരിശിട്ടാണ് വിശ്വാസപ്രമാണം ചൊല്ലിയാണ് ഉടമ്പടി തൈലം ഉപയോഗിക്കേണ്ടത്. തേന് ഉടമ്പടി ചെയ്യാത്തവർക്ക് വേണ്ടിയുള്ള നേർച്ച വസ്തുവാണ്. അത് ഉടമ്പടി 9 തുള്ളി എടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി 9 കുരിശിട്ട് വേണം കുഞ്ഞുങ്ങൾക്ക് രോഗികൾക്ക് കൊടുക്കേണ്ടത്. പത്രം വാങ്ങിച്ചാൽ ഉടനെ അതിൻ്റെ രസീത് നിങ്ങൾ ഒരു കാരണവശാലും മിസ്സാകാൻ പാടില്ല. മിസ്സായാൽ പുതുക്കാൻ പറ്റത്തില്ല. പുതുക്കിയില്ലെങ്കിൽ ആ ഉടമ്പടി അംഗീകരിക്കത്തില്ല. കാര്യം ദൈവദൃസന്നിധിയിൽ നിങ്ങൾ ഉടമ്പടി ഉഴപ്പിയെന്ന് കാണുമ്പോൾ നെഗറ്റീവായിട്ട് വരത്തുള്ളത്. അപ്പോൾ നിങ്ങൾ പോയതാണെന്ന് പറഞ്ഞാലൊന്നും കയ്യിൽ നിന്ന് പോയതാണെന്ന് പറഞ്ഞാൽ ഒന്നും കൃപാസനം അക്സെപ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെ പോകാൻ പാടില്ലത്. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, വേറെ എന്തിനും കോപ്പി കിട്ടും. ആധാർ കാർഡിനൊരു കോപ്പി കിട്ടും. പക്ഷെ 1 മാസത്തെ പ്രെയർ മുടങ്ങിയാൽ ആ പേപ്പർ പോയാൽ കിട്ടത്തില്ലത്. അത് പിന്നെ കിട്ടത്തില്ല. അതുകൊണ്ട് പുതുക്കുമ്പോൾ വരുമ്പോൾ പിന്നെ 2ാം റിവ്യൂ ചെയ്യാൻ പറയും. കാര്യം അത് ഉടമ്പടിയിൽ വരണത് സത്യസന്ധമായ വിശ്വസ്തതയാണ് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് ആ വിഷയത്തിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. ഷെഡ്യൂൾ പ്രോഗ്രാമിങ്ങിനെ ഒരു ചെറിയ 15 കൊല്ലത്തിനുള്ളിൽ കഴിഞ്ഞ ആഴ്ച വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇനിയും ഒരു ഞായറാഴ്ച ഉടമ്പടി ധ്യാനം കൃപാസനത്തിൽ ഉണ്ടായിരിക്കുന്നതല്ല. ഞായറാഴ്ച പണ്ടുണ്ടായിരുന്നില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ 1ാം ഞായറാഴ്ചയും 3ാം ഞായറാഴ്ചയും നമുക്ക് ഉടമ്പടി ധ്യാനം ഉണ്ടായിരുന്നു ഇന്നത്തെ പോലെ. ഇപ്പോൾ അതില്ല. അടുത്ത മാസം മുതൽ ഇല്ലത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഞായറാഴ്ച സംഭവിച്ച വിഷയം, ജനങ്ങൾ 10 മണിയായപ്പോൾ തന്നെ ഗേറ്റ് അടക്കേണ്ടി വന്നു. കാര്യം ഇവിടെ അരിവാവ് വിരകിയിട്ടിരിക്കുന്ന പോലെ ആളായി, അനങ്ങാൻ പറ്റത്തില്ല. പിന്നെ എന്ത് ചെയ്ത് 10 മണിക്ക് ശേഷം വന്ന ആൾക്കാർ റോഡ് വരെ നിന്ന് 3 പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ വന്നിട്ടാണ് ആൾക്കാരെ നിയന്ത്രിച്ചത്. എന്നിട്ട് പിന്നെയും വന്ന ആൾക്കാരെല്ലാം തിരിച്ചു പോയി. അപ്പോൾ അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു. അപകടങ്ങൾ വരെ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ ഞായറാഴ്ച പ്രാർത്ഥന മാറ്റിയിരിക്കുക. ഞായറാഴ്ച എല്ലാ ഞായറാഴ്ചയും ഉടമ്പടി പ്രാർത്ഥന ഉണ്ടാകും. ഉടമ്പടി ചെയ്യാൻ പറ്റും. ഉടമ്പടി ചെയ്യാത്തവർക്ക് ഉടമ്പടി ചെയ്യാൻ പറ്റും. ഉടമ്പടി പുതുക്കാനും പറ്റും. ഉടമ്പടി പുതുക്കാനും പറ്റും. ഉടമ്പടി ചെയ്യാത്തവർക്ക് ചെയ്യാനും പറ്റും. പക്ഷേ ഇതുപോലെ ഉടമ്പടി ആരാധനയും ധ്യാനം ഇനി ഞായറാഴ്ച പാടുണ്ടാകത്തില്ല. എൻ്റെ മനസ്സിൽ വന്ന് വേറൊരു വിഷയം കൂടി ഉണ്ട്. നിങ്ങളീ ഉടമ്പടി ധ്യാനമെന്നും പറഞ്ഞ് വന്നത് പല ആൾക്കാരും കുർബാന കൂടാതെയാണ് ഇതെല്ലാം ചെയ്യണത്. അത് പണിയാവും അവസാനം. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, ഞായറാഴ്ച പ്രത്യേകിച്ച്. ഇപ്പം അതുകൊണ്ട് ഞായറാഴ്ച ഉടമ്പടി ധ്യാനം സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. പക്ഷേ അതിന് സമാന്തരമായി 1ാം ഞായറാഴ്ചക്ക് പകരം 1ാം ശനിയാഴ്ച വെച്ചിരിക്കണം, മാറ്റി വെച്ചിരിക്കുകയാണ്. ധ്യാനം മാറ്റിയിട്ടില്ല. അത് 1ാം ഞായറാഴ്ച എന്നുള്ള എടുത്തിട്ട് 1ാം ശനിയാഴ്ചയാക്കി. പിന്നെ 3ാം ഞായറാഴ്ച എന്ന് എടുത്തിട്ട് 3ാം ശനിയാഴ്ചയാക്കി. അത് കൃത്യമായിട്ടുണ്ടാകും. ഉടമ്പടി ധ്യാനം 1ാം ശനിയാഴ്ച പുതിയതാണ്. അപ്പോൾ പിന്നെ വന്നിരിക്കുന്ന മാറ്റം, നേരത്തെ വന്ന മാറ്റം, ആൾ കൂടിയ കാരണം വ്യാഴാഴ്ച 3ാം വ്യാഴാഴ്ചയും 4ാം വ്യാഴാഴ്ചയും ഉടമ്പടി ധ്യാനമാക്കി. ഇതുപോലെ കാര്യം നമ്മൾക്ക് ഒരു 700 പേര് തൊട്ട് 900 പേര് വരെയാണ് ഉടമ്പടി ചെയ്യണത്. അപ്പോൾ അവർക്ക് ധ്യാനം കൂടാനുള്ള സ്ഥലമില്ല. ഇപ്പം നമ്മളൊരു സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പം 3 കോടിയോളം രൂപ വേണം അതിന്, സ്ഥലത്തിന്. അപ്പം അത്രയും പണമില്ലാത്തത് കൊണ്ട് നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ട് ഇപ്പോൾ നല്ല ആൾക്കാരുടെ കൃപാസനത്തിൽ വന്ന് എന്തുമാത്രം ആൾക്കാർ, ഞങ്ങൾ ആരോടും ഒരു പൈസ പറയും. നമ്മുടെ ഉടമ്പടി ഫോറത്തിന് പോലും രജിസ്ട്രേഷൻ ഫീസില്ല.
അങ്ങനെയാണ് ശുശ്രൂഷ നടത്തുന്നത് ദൈവത്തിന് അറിയാം. അപ്പം നിങ്ങളൊരു പണി ചെയ്യണം. അതായത് നല്ല വരുമാനമുള്ള മക്കൾ, മാതാവ് സഹായിച്ചിനൊക്കെ നല്ല വരുമാനം വരുമ്പോൾ 2 സെൻറ്റ് സ്ഥലമോ 3 സെൻറ്റ് സ്ഥലമോ കൃപാസനത്തിന് എടുത്ത് തന്നെ അമ്മയ്ക്കൊരു ഇരിപ്പിടം പോലെ. ഇവിടെ സ്ഥലം നമ്മൾ നേരത്തെ ബ്ലോക്ക് ചെയ്തിടും അഡ്വാൻസ് കൊടുത്ത്. എന്നിട്ട് സന്മനസ്സുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, സന്മനസ്സല്ല അമ്മ കൃപ കൊടുത്തിട്ടുള്ള അമ്മയുടെ സ്വന്തം ആൾക്കാരുണ്ടാവുമല്ലോ, അവർ ഇപ്പോൾ തന്നെ ഇന്നലെ അമേരിക്കയിൽ നിന്ന് ഒരു ചേട്ടൻ വിളിച്ചു, എനിക്ക് മരത്തിൻ്റെ ഒരു വലിയ അമ്മയുടെ രൂപം ചെയ്ത് തരണമെന്ന്, 6 അടിയുടെ. അപ്പം അതുപോലെ ചില അമ്മയുടെ സ്വന്തം ആൾക്കാരുണ്ടാകും. ആ മനസ്സിൽ തോന്നിക്കും നിങ്ങൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ കൃപാസനത്തിന് അമ്മയ്ക്കൊരു 2 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു കൊടുക്കാം, 5 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു കൊടുക്കാം. അങ്ങനെ വന്നാൽ നമ്മൾ സ്ഥലം എടുത്തിട്ട് ധ്യാനം അങ്ങോട്ട് മാറ്റും. കാര്യം ഉടമ്പടി ഇവിടുന്ന് മാറ്റാൻ പറ്റത്തില്ല. ഇപ്പോൾ ഉടമ്പടി മാറ്റണത് അമ്മ പ്രത്യക്ഷപ്പെട്ട് ഇവിടെ അല്ലേ, അപ്പോൾ ഉടമ്പടി ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. പോലീസുകാർ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് ധ്യാനം വേറെ എവിടെയെങ്കിലും സ്ഥലമെടുത്ത് കുറേ അധികം സ്ഥലമെടുത്ത് മാറ്റാം. ഞങ്ങൾ പറഞ്ഞ സ്ഥലം പറ്റത്തില്ല, അമ്മ ഇവിടെയാണ് പ്രത്യക്ഷപ്പെട്ടത്. ഇനിയിപ്പോൾ വെറുതെ 10 ഏക്കർ സ്ഥലം തരാമെന്ന് പറഞ്ഞാൽ പോലും മാറ്റാൻ പറ്റത്തില്ല. കാര്യം അവിടെ അമ്മ പ്രത്യക്ഷപ്പെടുന്നത് എന്നാ ഒരു ഉറപ്പില്ല. അപ്പോൾ ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ സാക്ഷ്യം കേൾക്കുമ്പോൾ അറിയാൻ പറ്റത്തില്ല എൻ്റെ വ്യത്യാസം. അതുകൊണ്ട് അങ്ങനെ മനസ്സിലൊരു തീരുമാനം എടുക്കുക. അമ്മയ്ക്ക് 5 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു കൊടുക്കാൻ തീരുമാനിക്കുക. നിങ്ങൾ പ്രമാണം ചെയ്ത് കൃപാസൻ്റെ പേരിൽ തന്നാൽ മതി. അപ്പോൾ സ്ഥലം ഞങ്ങൾ നേരത്തെ എടുത്തിടാം, നേരത്തെ അഡ്വാൻസ് കൊടുത്തിടാം. അതിനുവേണ്ടിയുള്ള ഒരു പദ്ധതിയാണ്. കാര്യം വേറെ ഒന്നും ചെയ്യാൻ പറ്റണില്ല. നാട്ടുകാരുടെയൊക്കെ വീട്ടിലേക്കാണ് ആൾക്കാർ പോയി ഇന്ന് പ്രാർത്ഥന കൂടുന്നത്. നാട്ടുകാരുടെ വീട്ടിലൊക്കെ എന്നിട്ട് അവർ ചിലരൊക്കെ ഒബ്ജക്ഷൻ ഉന്നയിച്ച് വിടാം, അവിടെ വീട്ടിലൊക്കെ പോയി മൂത്രമൊക്കെ ഒഴിക്കുന്ന ആൾക്കാർ. എന്നാ ചെയ്യാൻ, നമുക്കൊന്നും ചെയ്യാൻ പറ്റണില്ല, എന്ത് ചെയ്യാനാണ്? അതാണ് ഇവിടുത്തെ അവസ്ഥ. അതുകൊണ്ടാണ് അച്ഛൻ തന്നെ ഇങ്ങനെ പറയേണ്ടി വന്നത്. ഈ സിറ്റുവേഷൻ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മോശമായത് കൊണ്ടാണ് ഇങ്ങനെ തന്നെ പറയേണ്ടത്. അപ്പോൾ വീണ്ടും പ്രാർത്ഥനയുടെ എണ്ണം കൂട്ടിയിരിക്കുകയാണ്. 3-ാം വ്യാഴാഴ്ചയും ഇപ്പോൾ ഈ മാസം അത് തുടങ്ങിയത്. അപ്പോൾ അടുത്ത വ്യാഴാഴ്ച 3-ാം വ്യാഴാഴ്ചയാണ്. ഈ വ്യാഴാഴ്ച പ്രാർത്ഥനയുണ്ട്, ഈ വ്യാഴാഴ്ചയുണ്ട്. പിന്നെ 4-ാം വ്യാഴാഴ്ചയും പ്രാർത്ഥനയല്ല, ധ്യാനം, ഉടമ്പടി ധ്യാനമുണ്ട്, ആരാധന രോഗസൗഖ്യ പ്രാർത്ഥനയുണ്ട്, ഉടമ്പടി ധ്യാനം. എപ്പോഴും തുടങ്ങണത് 8 മണിക്ക് തുടങ്ങും, 3 മണിക്ക് അവസാനിക്കും. 7:30 മധ്യസ്ഥ പ്രാർത്ഥനയോ കുരിശിൻ്റെ വഴിയോ ജപമാലയോ ഉണ്ടാവും. അതോടെ തുടങ്ങിയിട്ട് കറക്റ്റ് 3 മണിക്ക് അവസാനിക്കും. ഇപ്പോൾ കറക്റ്റ് 3 മണിക്ക് അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങൾ നേർച്ച വസ്തു ഉയർത്തിപ്പിടിക്കുക. പ്രാർത്ഥികർത്താവായ ദൈവമേ, നേർച്ച വസ്തുക്കളെ അങ്ങയുടെ വിശുദ്ധമായ വലത് കരത്താൽ ആശീർവദിക്കണമേ. കർത്താവേ, നേർച്ച വസ്തുക്കളെ ഉപയോഗിക്കുന്നവരെ അങ്ങയുടെ ജീവിക്കുന്ന സാന്നിധ്യം ശരീരത്തിലെ ജീവിത മണ്ഡലങ്ങളിലെ അടയാളപ്പെടുത്തി കൊടുക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus Christ, for our peace. I know the Tutsi Catholic Church, the power of Jesus Christ, terminated from Holy Priesthood. I bless the Holy Spirit, those who still have grace and peace and power. പത്രത്തിൻ്റെ 12-ാം പേജ് എപ്പോഴും വായിച്ചു നോക്കണം. എന്താണെന്നോ, ഏത് ജില്ലക്കാർക്കാണ് ഓരോ ദിവസവും പ്രാർത്ഥന കഴിഞ്ഞ് അച്ഛൻ്റെ വ്യക്തിപരമായ സന്ദർശന പ്രാർത്ഥനയുള്ളതെന്ന് അതിൻ്റെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ 2 പുതുക്കിയവർക്ക് എമർജൻസി ആയിട്ട് അവർക്ക് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് അവർക്ക് ജില്ലകൾ ഇവിടെ അനൗൺസ് ചെയ്യും, അതിൻ്റെ ബോർഡിടും. ആ ജില്ലകൾ ഉള്ളവർ 2 പുതുക്കിയവർ മുമ്പേ നിൽക്കണം, ബാക്കി ബ്രദർ പറഞ്ഞു തരും. പിന്നെ അങ്ങനെ 50 പേർക്കാണ് ചീട്ട് കിട്ടുന്നത് ഒരു ദിവസം. പിന്നെ ഇന്ന് പ്രാർത്ഥിക്കുന്ന എപ്പിലെപ്സി രോഗികളുണ്ട്, അത് ബ്രദർ പറയും. അങ്ങനെ രോഗികൾ കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞാൽ ആ രോഗികൾക്ക് ചീട്ട് കിട്ടും. ഇന്ന് പ്രാർത്ഥിക്കുന്നത് ചിലപ്പോൾ എപ്പിലെപ്സി രോഗിയാകാം, അല്ലെങ്കിൽ അപസ്മാര രോഗികൾ, അതുപോലെ തന്നെ കരൾ രോഗികൾ, കിഡ്നി രോഗികൾ ബ്രദർ അനൗൺസ് ചെയ്യും. പത്രത്തിലുള്ളത് ആ പത്രത്തിന് ബാക്കിലുണ്ട് ഏത് രോഗികൾക്കാണ് ഇന്ന് പ്രാർത്ഥിക്കണമെന്ന്. അവരെ ഇവിടെ ആൾക്കാരെ പ്രാർത്ഥിക്കും. അവരുടെ ചീട്ട് പബ്ലിക്കേഷൻ ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതാണ്. നേരത്തെ വസ്തു ഉയർത്തിപ്പിടിക്കുക. സ്തുതിയുടെ സമാപനാശീർവാദം. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി, നേർച്ച വസ്തുക്കൾ ഉയർത്തി സ്തുതിക്കട്ടെ. സ്തുതിക്കുന്നു. ഇതാ കർത്താവ് ജീവിക്കുന്ന ദൈവം നിങ്ങളെ ആശീർവദിക്കുകയാണ്. വിദൂരങ്ങളിൽ നിന്നുകൊണ്ട് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കട്ടെ. ജീവിക്കുന്ന ദൈവം, കാഴ്ച കൊടുത്ത ദൈവം, കേൾവി ശക്തി കൊടുത്ത ദൈവം, ഉണർന്നു നടക്കാൻ കരുത്ത് പകർന്ന ദൈവം, സുഖപ്പെടുത്തിയ ദൈവം, ഊരുള്ളവരെ ഉടമ്പടി ആശീർവദിക്കുന്നു. കുടുംബ സമാധാനം കുടുംബങ്ങളെ ആശീർവദിക്കുന്നു.
ആശീർവദിക്കുന്നു. രഹിതരെയും തൊഴിൽ രഹിതരെയും ഈശോ ആശീർവദിക്കുന്നു. വാതിൽ കഴിയുന്നവരെ, ഓഫീസിൽ ഭാഗിച്ചവരെ, മാരകരോഗങ്ങൾ കഴിയുന്നവരെ, ബോർഡ് എക്സാം എഴുതുന്നവർ മക്കളെ ആശീർവദിക്കുന്നു. +1 +2 എക്സാം എഴുതുന്ന മക്കളെ ആശീർവദിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിരസ് നമിച്ച് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്കാരാധന. ശിരസ് നമിച്ച് പാടാം. പരിശുദ്ധ പരമമാ